നോക്കിയാൽ ഇപ്പോൾ നമുക്കറിയാം സ്വിഗ്ഗി, സൊമാറ്റോ, യൂബർ, ഓല അതുപോലുള്ള ഒരു ആപ്പിനെ ബേസ് ചെയ്ത തൊഴിലാളികളുടെ ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ജോലിയാണ്. അവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ മാറ്റം എന്ന് പറയുന്നത് ഇത്തരം മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ആ കമ്പനികൾ രാജ്യത്ത് അവരുടെ വിറ്റുവരവിൻ്റെ 1 to 2%, അതിൽ ക്യാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, 5% ക്യാപ്പാണ്. അവരുടെ വിറ്റുവരവിൻ്റെ 2% രാജ്യത്ത് കെട്ടിവെക്കണം. ആ കെട്ടിവെച്ചാൽ മാത്രമേ അവരുടെ ഇത്തരത്തിലുള്ള ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള മുതലാളി ആരാണെന്ന് അറിയാൻ കഴിയാത്ത വ്യവസായങ്ങൾ നടത്താൻ കഴിയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ തുകയിൽ നിന്ന് ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ളൊരു UAN നമ്പർ ആ തൊഴിലാളികൾക്ക് കൊടുത്തുകൊണ്ട് 5 പൈസ അവരടയ്ക്കാതെ തന്നെ അവർക്ക് ESI, അവർക്ക് PF, അവർക്ക് ഇൻഷുറൻസ് തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഗിഗ് പ്ലാറ്റ്ഫോം വർക്കേഴ്സിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. മറ്റൊന്ന് നമുക്കറിയാം, 10 തൊഴിലാളികളോടത്താണ് ESI ബാധകമായിട്ടുള്ളത്. ഇന്നിപ്പോൾ ESIയുടെ കവറേജ് സാർവത്രികമാക്കിയിട്ടുണ്ട്. അസംഘടിത മേഖലയിൽ സാർവത്രികമാക്കി ഒരു തൊഴിലാളി മാത്രമേ ജോലി ചെയ്യുന്നുള്ളെങ്കിൽ പോലും അവിടെ ആ തൊഴിലാളി ESI ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രികളെ സമീപിച്ചു കഴിഞ്ഞാൽ ആ തൊഴിലാളിക്ക് ചികിത്സ കൊടുക്കുകയും അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പുറത്ത് നടപടി സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ വ്യാപകമായ ഒരു തെറ്റിദ്ധാരണ പരത്തുന്നത് ഈ വേജ് കോഡ് അല്ലെങ്കിൽ കോഡിഫിക്കേഷൻ വരുന്നതോടുകൂടി ESIയും PF എന്ന് പറയുന്ന സംവിധാനങ്ങളും മാറ്റപ്പെടുമെന്നാണ്. അങ്ങനെയല്ല. ഈ ESIസിലൂടെ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നത് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ സാർവത്രികമാകുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ 2 കോഡുകളെ സംബന്ധിച്ച് ധാരാളമായ സുപ്രധാനമായ തീരുമാനങ്ങൾ ഈ കോഡിൽ വരുന്നുണ്ട്. സാധാരണ തൊഴിലാളികളെ സംബന്ധിച്ച് വളരെയേറെ ഗുണം വരുന്നതാണ് ഈ 2 ശുപാർശകൾ. പക്ഷേ അതിൽ ചില വിവാദങ്ങൾ വന്നിരിക്കുന്ന IR കോഡിലും അതോടൊപ്പം തന്നെ ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് കോഡിലുമാണ്. ഇന്നിപ്പോൾ കേന്ദ്ര ലേബർ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ഇന്നൊരു പ്രസ്താവന വന്നു കഴിഞ്ഞു. ഈ അവതരിപ്പിച്ചിരിക്കുന്ന കോഡുകളെല്ലാം തന്നെ അതിൻ്റെ റൂളിങ്ങിന് ഏകദേശം 2 ആഴ്ച എടുക്കും. ആ റൂളിങ് വന്നു കഴിഞ്ഞാൽ അടുത്ത 45 ദിവസക്കാലത്തേക്ക് ഈ പ്ലാറ്റ്ഫോം ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് എന്താണോ ഇതിനകത്തുള്ള വിഷമതകൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ, ഇതിലെ വിമർശനങ്ങൾ, ഇത് നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നല്ല വശങ്ങൾ നിങ്ങൾ പറഞ്ഞു, നല്ല വശങ്ങൾ എന്ന മട്ടിലുള്ള കാര്യങ്ങൾ താങ്കൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. BMS ഒരു തൊഴിലാളി സംഘടന എന്ന നിലയ്ക്ക് ഇതിനകത്ത് തൊഴിലാളികൾക്ക് അത്ര അഭിലഷണീയമല്ലാത്ത ഗുണപരമല്ലാത്ത ചില കാര്യങ്ങളുണ്ട് എന്ന് കാണുന്നുണ്ടോ? എന്തെങ്കിലും ഒന്ന് ഉണ്ട്. തീർച്ചയായിട്ടും അത് ഞങ്ങൾ വളരെ ഓപ്പണാണ് ഈ കാര്യത്തിൽ. ഇത് തുടക്കം മുതൽ തന്നെ BMS 2 സ്റ്റാൻഡ് എടുത്തിട്ടില്ല എന്ന് പ്രചരിപ്പിക്കുന്ന തെറ്റാണ്. BMS ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. BMS ആദ്യം എടുത്ത നിലപാട് വളരെ പരസ്യമായി ഈ 2 കോഡുകളെ ഞങ്ങൾ അങ്ങേയറ്റം പിന്തുണച്ചിട്ടുണ്ട്. കാരണം രാജ്യത്തെ സുപ്രധാനമായ നിയമനിർമ്മാണം ആവശ്യമാണ്. പക്ഷേ അതിൽ ഈ മറ്റ് 2 IR കോഡിലും ഒക്യുപ്പേഷണൽ സേഫ്റ്റി കോഡിലും വന്നിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് എതിർപ്പുള്ള കാര്യം പരസ്യമായി പറഞ്ഞു. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു സമരം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചില റെസ്ട്രിക്ഷൻ, നേരത്തെ നമുക്കറിയാം ഈ അവശ്യ സർവീസുകൾ 14 ദിവസത്തെ നോട്ടീസ് കൊടുക്കണം. ഈ നോട്ടീസ് കൊടുത്താൽ മാത്രമേ അത്യാവശ്യ സർവീസുകൾ നമുക്ക് സമരം ചെയ്യാൻ കഴിയുള്ളൂ. ഇന്നിപ്പോൾ അത്യാവശ്യ സർവീസിൻ്റെ ഡെഫിനിഷൻ മാറ്റി. അത് സാർവത്രികമായി പണിമുടക്കിലേക്ക് പോകണമെങ്കിൽ ആ തൊഴിലാളി സംഘടന 14 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണം. അങ്ങനെ നോട്ടീസ് കൊടുത്താൽ കൺസലേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കെ സമരം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു നടപടിക്രമം വരുമ്പോൾ സ്വാഭാവികമായും അവിടെ സമരം ഏകപക്ഷീയമായി പോകാൻ കഴിയില്ല. ഇന്ന് നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള സമരം ചെയ്യാൻ കഴിയില്ല എന്ന് വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ്. കാരണം തൊഴിലാളികളുടെ ശക്തി എന്ന് പറഞ്ഞാൽ അവിടെയാണല്ലോ. അപ്പോൾ സമരം ചെയ്യാൻ കഴിയില്ല, പക്ഷെ നിയമപരമായി അതിനൊരു വ്യവസ്ഥയും റെസ്ട്രിക്ഷനും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് അത്തരം വ്യവസ്ഥകൾ ആരെ സഹായിക്കാനാണ്? 10% തൊഴിലാളികളില്ലെങ്കിൽ യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ 14 ദിവസത്തെ നോട്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ സമരം ചെയ്യാൻ കഴിയൂ. മാസീവായിട്ട് ലീവ് എടുത്താൽ അതുപോലും സമരമായി കണക്കാക്കി ശിക്ഷാ നടപടിയിലേക്ക് പോകാൻ കമ്പനിക്ക് കഴിയും. ഇതുപോലെയുള്ള ഒറ്റ നോട്ടത്തിൽ തന്നെ തൊഴിലാളി വിരുദ്ധമെന്ന് വിചാരിക്കുന്ന, തൊഴിലാളികളുടെ സംഘടന സ്വാതന്ത്ര്യത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഈ സംഗതി ഉണ്ടാക്കുന്ന ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ്? അല്ല, താല്പര്യം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്. അതല്ല, ആ ഗവൺമെൻറ് പോളിസികൾ അതിന് പല മാനങ്ങളുണ്ടാകും. ഒരുപക്ഷെ കാലം മാറുന്നതനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ മാറാം. പക്ഷേ ആ പോളിസി മാറുന്ന സമയത്ത് ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ ആ ട്രേഡ് യൂണിയൻ്റെ ഉത്തരവാദിത്തമാണ് അത്തരം പോളിസികൾ തൊഴിലാളികൾക്ക് ദോഷകരമായി വരുന്നതിനെ എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളത്. ഞങ്ങൾ ആ നിലയ്ക്ക് തന്നെയാണ് ഗവൺമെന്റ് ഡിസ്കസ്. അത്രയും പോയിന്റ് ക്ലിയർ ആണ്. ഒന്ന്